ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ തുടർ ചിന്തയോടുള്ള ബന്ധത്തിൽ വീണ്ടും നമുക്ക് തിരുവചന ഭാഗത്തേക്ക് കടന്നു വരാം. നമ്മൾ പുറപ്പാട് പുസ്തകം അതിൻ്റെ 20-ാം അധ്യായത്തിലെ ദൈവകൽപ്പനയെ പറ്റിയാണല്ലോ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അടുത്ത കൽപ്പന 6 കൽപ്പന നമ്മൾ പറഞ്ഞു, മനുഷ്യബന്ധിയായ കൽപ്പനകൾ. യേശു കർത്താവ് ശേഷം 19-ാം അധ്യായത്തിൽ നിത്യരക്ഷ പ്രാപിക്കാൻ, നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച വ്യക്തിയോട് കൃത്യമായി പറഞ്ഞ 6 കൽപ്പനകൾ അവിടെ വിശദമായി 6 കൽപ്പനയും രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ കൽപ്പനകൾ ഓരോന്നായി നമുക്ക് ചെറുതായി വിശകലനം ചെയ്യാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഈ കൽപ്പനയുടെ പ്രാധാന്യം ഒട്ടും കുറച്ച് കാണാൻ നമുക്ക് കഴിയില്ല. മനുഷ്യബന്ധത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണല്ലോ തൻ്റെ അപ്പനും അമ്മയും. ആ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ലംഘനീയമായ കൽപ്പന. നമുക്കറിയാം, യഹൂദ ജനം പിന്നത്തേതിൽ മാതാപിതാക്കൾ വരേണ്ടത് കുർബാന എന്ന് പറഞ്ഞു കൊടുത്താൽ പിന്നെ അപ്പനെ അമ്മയെ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പഠിപ്പിച്ച, വചനത്തെ വളച്ചൊടിച്ച് തെറ്റായി വ്യാഖ്യാനിച്ച യഹൂദ പണ്ഡിതന്മാരെ യേശു കർത്താവ് കൃത്യമായി തെറ്റിതിരുത്തി കാണിക്കുന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയും. ഒരു കാരണവശാലും ഈ കൽപ്പനയെ നമുക്ക് ലഘൂകരിച്ച് കാണാനാവില്ല. അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പല കാര്യങ്ങളും നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയും. പ്രത്യേകിച്ച് യേശു കർത്താവ് തന്നെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്ന ഭാഗം, അതായത് 1-ാം സ്ഥാനം ദൈവത്തിനാണ്, അത് കഴിഞ്ഞാണ് മാതാപിതാക്കൾ പോകുന്നു. പക്ഷേ ദൈവം കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾ വളരെ ഗൗരവമായി കാണേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവരും സ്നേഹിക്കപ്പെടേണ്ടവരുമാണ്. സുവിശേഷം നമ്മൾ 10-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ 10-ാം അധ്യായം 36-37 വാക്യങ്ങൾ: എന്നേക്കാളധികം അപ്പനെയോ അമ്മയെയോ മകനെയോ മകളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് പറയുന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തന്നെ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ മറ്റൊരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 26 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കറിയാമല്ലോ, ഉൽപ്പത്തി പുസ്തകത്തിൽ ശിമെയോനും ലേവിയും ഒരു വലിയ കൂട്ടം ജനത്തെ കൊന്നുകളഞ്ഞ ക്രൂരമായ കോപത്തിൻ്റെ പ്രകടനം നടത്തിയ വിഷയം. അതുകൊണ്ട് അതിൻ്റെ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ നമുക്ക് 26-ാം അധ്യായത്തിൽ, അതായത് പുറപ്പാട് പുസ്തകത്തിൻ്റെ 32-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്: മോശ പാളയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട്, യഹോവയുടെ പക്ഷത്തിൽ ഉള്ളവർ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാറെ ലേവ്യർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവരോട്, നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ വളരക്ക് കയറ്റി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താന്താൻ്റെ സഹോദരനെയും താന്താൻ്റെ സ്നേഹിതനെയും താന്താൻ്റെ കൂട്ടുകാരനെയും കൊന്നുകളയും എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു. യഹോവ, ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹം നൽകേണ്ടതിന് നിങ്ങൾ ഇന്ന് ഓരോരുത്തൻ താന്താൻ്റെ മകനും താന്താൻ്റെ സഹോദരനും വിരോധമായി യഹോവയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുപ്പിൻ എന്ന് മോശ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 1-ാം സ്ഥാനം നമ്മുടെ സ്നേഹത്തിന്, നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ 1-ാം സ്ഥാനത്ത് സ്നേഹിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ, പിന്നെ നമ്മുടെ കുടുംബം, അങ്ങനെ ആ വിഷയം അങ്ങനെ അങ്ങ് പോകും. ഏതായാലും മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ശക്തമായ കൽപ്പന നമുക്ക് ഈ വാക്യത്തിൽ കാണാൻ കഴിയും. 12-ാം വാക്യത്തിൽ ആ ഭാഗം ഞാൻ അങ്ങനെ പറഞ്ഞു വിടുകയാണ്. അടുത്തതായിട്ട് നമുക്ക് 13-ാം വാക്യത്തിൽ ദൈവം കൽപ്പിച്ച കൽപ്പന കാണാൻ കഴിയും. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, കൊല ചെയ്യരുത് എന്നാണ്. കൊല ചെയ്യരുത് എന്ന വാക്യം കർത്താവായ യേശു ക്രിസ്തു കൃത്യമായിട്ട് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ വിശദീകരിച്ച് പറയുന്നു. 26 വരെയുള്ള വാക്യങ്ങൾ.
ദൈവജനം ആ വാക്യങ്ങൾ വായിക്കും. കൊല ചെയ്യരുതെന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിലുള്ള കൊല മാത്രമല്ല, സഹോദരനെ മുറിപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നത് പോലും കൊലയ്ക്ക് തുല്യമായി കർത്താവ് കാണുന്നു എന്ന് ചിന്തിക്കൂ. അതിൻ്റെ ഗൗരവം ദൈവമക്കളെ നമ്മൾ കാണണം. ദൈവമക്കളെ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാനുള്ള ബാധ്യതയുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് 13-ാമത്തെ വാക്യത്തിലുള്ള കൽപ്പന, കൊല ചെയ്യരുത് എന്ന കൽപ്പന, യേശു കർത്താവ് വ്യക്തമായി വിശദീകരിച്ചിരിക്കുന്നത് മത്തായി സുവിശേഷം, വീണ്ടും ആവർത്തിക്കട്ടെ, 5-ാം അധ്യായത്തിൻ്റെ 20-26 വാക്യങ്ങൾ ദയവായി വായിച്ച് ധ്യാനിച്ച് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. അടുത്തതായിട്ട് അടുത്ത കൽപ്പനയാണ് വ്യഭിചാരം ചെയ്യരുത്. 14-ാം വാക്യത്തിൽ പുറപ്പാട് പുസ്തകം 14 ദൈവം കൽപ്പിക്കുകയാണ് വ്യഭിചാരം ചെയ്യരുത്. ഈ കൽപ്പനയും യേശുക്രിസ്തു മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിലൂടെ കൃത്യമായി വ്യക്തമായി വിശദീകരിക്കുന്നത് കൊണ്ട് ദൈവജന ആ വാക്യങ്ങൾ വായിച്ച് ധ്യാനിക്കുക. ഞാൻ അതിലേക്ക് പ്രത്യേകിച്ചൊന്നും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ വ്യക്തമായി കർത്താവോട് വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിനെപ്പറ്റി മറ്റൊരു പരാമർശം നടത്താൻ ആഗ്രഹിക്കാത്തത്. അടുത്ത കൽപ്പനയാണ് മോഷ്ടിക്കൽ. അതിൻ്റെ 15-ാം വാക്യം. അതും വളരെ ശ്രദ്ധേയമായ ഒരിതാണ്. പലപ്പോഴും പലരും അവഗണിക്കുന്ന ഒരു വിഷയമാണ്. മോഷ്ടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പല വ്യാഖ്യാനങ്ങൾ വരും. സാധാരണ നമ്മൾ കാണുന്ന മോഷ്ടാക്കളെ പറ്റിയുള്ള ചിന്തയാണ് വരുന്നത്. പക്ഷേ നമ്മൾ പോലും പലപ്പോഴും മോഷ്ടിക്കുന്നുണ്ട്. ദശാംശവും കൊടുക്കുന്ന വിഷയത്തിൽ എത്രമാത്രം ദൈവത്തെ മോഷ്ടിക്കുന്നുണ്ടെന്ന് വരെ ചിന്തിക്കേണ്ടതുണ്ട്. ചിലരൊക്കെ പറയുന്ന ദശാംശം നമുക്ക് പ്രശ്നമില്ല, പുതിയ നിയമത്തിൽ ദശാംശം ഇല്ല എന്ന് പറയുന്ന ചിലർ പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാനതിലേക്ക് തർക്കിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു കാര്യം പറയാം. ദശാംശം കൊടുക്കാൻ കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട് എന്ന തിരുവചന ഭാഗം ദൈവജനത്തിന്റെ ശ്രദ്ധയ്ക്ക് വേണ്ടി മാത്രം ഞാനൊന്ന് വായിക്കും. അത് മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇവയെ ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ ഈ കരുണ, ദയാവിശ്വസ്തത മുതലായ ന്യായപ്രമാണത്തിൽ പിന്നെ ഘനമേറിയ വിഷയങ്ങൾ അവഗണിക്കാൻ പാടില്ല. അതും ഗൗരവമായി കാണണം. അതോടൊപ്പം തന്നെ ദശാംശവും കൊടുക്കണമെന്നുള്ള കർത്താവിൻ്റെ കൽപ്പന 23-ാം വാക്യം ശ്രദ്ധിച്ചു വായിക്കുന്നവർക്ക് വളരെ ലളിതമായി മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഒരു വിശദീകരണവും ഇതിന് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് വ്യക്തിപരമായി ഞാൻ പറഞ്ഞാൽ സഭയിൽ ദശാംശം കൊടുത്ത് അല്ലെങ്കിൽ സഭയെ പുഷ്ടിപ്പെടുത്താൻ നോക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ആ ഫണ്ട് മാനേജ്മെൻ്റൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ആർക്കൊരു നിശ്ചയമില്ല. ഒരു കാര്യം ചെയ്യാം, നാം പോകുന്ന സഭയിൽ വരുന്ന പാവങ്ങളായ സാധുക്കളായ അർഹിക്കുന്ന ജനത്തെ കണ്ടറിഞ്ഞ് സ്നേഹിച്ച് നമ്മുടെ ദശാംശം അവരുടെ സഹായത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതും ദശാംശത്തിൽ കവിഞ്ഞൊരു തുക കൊടുത്തും അവരെ സഹായിക്കുന്നത് നല്ലതാണ്. ദശാംശം മാറ്റിവെച്ച് നിർബന്ധമായും മാറ്റിവെക്കുകയും അത് സാധുക്കളെയും അർഹിക്കുന്നവരെയും ജാതി മതഭേദമന്യേ സഹായിക്കാൻ ഉപയോഗിക്കുന്നത് ആവശ്യമാണ് എന്നാണ് എൻ്റെ ചിന്ത. ആ ഭാഗം പറഞ്ഞ് ഞാൻ അവിടെ വിടുകയാണ്. മോഷ്ടിക്കരുത് എന്ന വിഷയം അത് കർത്താവ് ദൈവം തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്ന വിഷയമാണ്. അതിലെ വിശദാംശങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ വളരെ വ്യക്തമായി കർത്താവ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് ആ ഭാഗത്തേക്കും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തതായിട്ട് നമുക്ക് അടുത്ത കൽപ്പന കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത് എന്ന് 16-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന് 16-ാം വാക്യം. അതെ, അവിടെ അതിനെപ്പറ്റിയുള്ള പരാമർശങ്ങൾ നമുക്ക് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അത് ദൈവജനം ആ വാക്യങ്ങൾ വായിച്ച് യേശു കർത്താവ് പറഞ്ഞ വാക്യമായതുകൊണ്ട് ഒരു വിശദീകരണവും ആവശ്യമില്ലല്ലോ. വളരെ കൃത്യമായും ഭംഗിയായും കർത്താവ് ആ ഭാഗങ്ങൾ അവിടെ വിശദീകരിച്ചിരിക്കുന്നത് കൊണ്ട് ആ ഭാഗങ്ങളും ദൈവജനം വായിച്ച് ശ്രദ്ധിച്ച് ധ്യാനിച്ച്
അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ മനഃപൂർവ്വമായി ശ്രമിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. അടുത്ത കൽപ്പന പതിനേഴാം വാക്യത്തിൽ വായിക്കുകയാണ്. കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്. കൂട്ടുകാരന്റെ ഭാര്യയെയും അവന്റെ ദാസനെയും ദാസിയെയും അവന്റെ കാളിയെയും കഴുതയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് എന്ന് വായിക്കുന്നു. ദൈവജനമേ, ഇത് വളരെ സ്വാഭാവികമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴും പലർക്കും പരാജയം പറ്റുന്ന ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു. എന്നാൽ ഇവിടെ കർത്താവായ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ തന്നെ അതിനെപ്പറ്റി വ്യക്തമായി വിശദീകരിച്ച് പറയുന്ന ഭാഗം നമുക്ക് കാണുന്നത്. അതിലെ 43 മുതൽ ഉള്ള വാക്യങ്ങൾ കൃത്യമായിട്ട് പറയുകയാണ്. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെയും നല്ലവരുടെയും മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ ചെയ്യുന്നില്ലയോ? ആകയാൽ, ഈ പദം വളരെ ശ്രദ്ധിക്കുമോ, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. കൂട്ടുകാരെ തന്നെ പോലെ സ്നേഹിക്കണമെന്ന കൽപ്പന നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടല്ലോ. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 2 കൽപ്പനകളിൽ ന്യായപ്രമാണം ഒതുക്കി വെച്ചിരിക്കുന്ന കർത്താവ് കൽപ്പിച്ച വിഷയം. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശരീരത്തോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുക. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ പോലെ, കൂട്ടുകാരനെ നമ്മളെ പോലെ സ്നേഹിച്ചാൽ കൂട്ടുകാരനൊരു ദോഷവും ചെയ്യാൻ നമുക്ക് കഴിയില്ലല്ലോ. അത് വളരെ വ്യക്തമല്ലേ? അതുകൊണ്ട് ദൈവജനമേ, വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതും കാണേണ്ടതുമായ ഒരു ഭാഗമാണ് ഇത്. ഈ വിഷയം അല്പം ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് സംശയം തോന്നുന്നു. കൂട്ടുകാരനെ മാത്രമല്ല, ശത്രുക്കളെ പോലും കർത്താവ് സ്നേഹിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. സ്വർഗസ്നായ പിതാവ് ചെയ്യുന്ന കാര്യം ഇവിടെ കർത്താവായ യേശു എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ. നീതി കെട്ടവരുടെ മേലും നീതിമാന്മാരുടെ മേലും നല്ലവരുടെയും ദുഷ്ടന്മാരുടെ മേലും ഒരുപോലെ എല്ലാവരെയും സ്നേഹിക്കുക എന്ന കൽപ്പന നമുക്ക് എത്രയോ ഗൗരവമായി കാണേണ്ട ഒന്നാണ്. ദൈവമക്കളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രാധാന്യം വളരെ ഗൗരവമേറിയതായതുകൊണ്ട് നമുക്ക് ഈ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് അല്പം കടന്നു പോകുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നതുകൊണ്ട് കൊരിന്ത്യർ 1-ാം ലേഖനം 13-ാം അധ്യായത്തിലേക്ക് ദൈവജനത്തിന് ശ്രദ്ധയെ ക്ഷണിക്കുക. നമ്മുടെ ആ അധ്യായത്തിൽ 13 വാക്യങ്ങളേ ഉള്ളൂ. അത് വളരെ ഗൗരവമായി ദൈവജനം ചിന്തിക്കുകയും പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ശോധന ചെയ്യാൻ പറ്റിയ മനോഹരമായ വാക്യങ്ങൾ ഈ 13-ാം അധ്യായത്തിലുണ്ട്. വെറുതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് എല്ലാവരെയും സ്നേഹിക്കുന്നു, എനിക്ക് ആരോടും വെറുപ്പില്ല, ഞാൻ എല്ലാവരെയും എനിക്ക് ആരോടും ഒരു പരിഭവമില്ലെന്നൊക്കെ പലപ്പോഴും പലരും പറയാറുണ്ട്. പക്ഷേ നമ്മളൊരു ആത്മശോധന ചെയ്യേണ്ട വിഷയം തന്നെയാണിത്. സ്നേഹത്തിൻ്റെ ആ വ്യക്തമായ നിർവചനം ഈ 13-ാം അധ്യായത്തിൽ ഓരോ വാക്കുകൾ കൂടി നമുക്ക് കാണാം. നമുക്കതിലൂടെ വേഗത്തിലൊന്ന് ഓടിച്ചു പോകാം. അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ, അതായത് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാനിലൊക്കെ വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും
സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. അടുത്തത് സ്നേഹത്തെ പറ്റിയൊരു ടെസ്റ്റാണ്. ഞാൻ എല്ലാവരും സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ പറ്റിയ വാക്യങ്ങളാണ് ദൈവജനം. അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥമന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാൾ മുതിർന്നു പോകയില്ല. ബാക്കിയുള്ളത് അല്പം കൂടി വ്യത്യസ്തമായ മറ്റൊരു ചിന്തയാണ്. അതിലേക്ക് നമ്മൾ കടക്കണമെന്നില്ല തൽക്കാലം. അതും ഗൗരവമേറിയ ചിന്തകൾ തന്നെയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു വാക്യം, അതിന്റെ 12-ാം വാക്യം, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു എന്ന് പറഞ്ഞാൽ കണ്ണാടി വചനത്തിലൂടെ നമ്മളെ കടമൊഴിയായി കാണുന്നു. അപ്പോൾ മുഖാമുഖം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു വരുമ്പോൾ കർത്താവിനെ നമ്മൾ മുഖാമുഖം കാണും. ഇപ്പോൾ നാം അംശമായി അറിയുന്നു, അപ്പോഴോ നാം അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. അപ്പൊ ഏറ്റവും വലുത് സ്നേഹമാണ് എന്ന് അപ്പോസ്തലൻ ഇവിടെ കൃത്യമായിട്ട് തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവജനമേ, ഞാൻ പറഞ്ഞു വരുന്നതിന്റെ വിഷയം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന് മർക്കോസിന് ശേഷം 12-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞ ആ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഗൗരവമായ ആത്മശോധന ചെയ്യണമേ എന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. കൂട്ടുകാരന്റെ യാതൊന്നും മോഹിക്കരുത് എന്ന 17-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച വാക്യമുണ്ടല്ലോ, അതായത് 10-ാമത്തെ കൽപ്പനയായിട്ട് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. കൂട്ടുകാരന് ഭവനം മോഹിക്കരുത്, ഭാര്യയെ മോഹിക്കരുത്, ദാസനെയോ ദാസിയോ കാളയോ അവനോ ഉള്ള യാതൊന്നും കൂട്ടുകാരൻ്റെന്നല്ല മറ്റാരുടെയും മോഹിക്കരുത്. കൂട്ടുകാരൻ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരും നമുക്ക് കൂട്ടുകാരാണ്, എല്ലാവരെയും സ്നേഹിക്കണം. നമുക്ക് ശത്രു എന്നൊന്നില്ല. യേശുക്രിസ്തു നമുക്ക് നല്ല ഉദാഹരണമാണല്ലോ. തൻ്റെ അപ്പം തന്നെയും തന്നോടുകൂടെ നടക്കുകയും ഒക്കെ ചെയ്ത, താൻ തിരഞ്ഞെടുത്ത തൻ്റെ ശിഷ്യനായ യൂദ തന്നെ ഒറ്റിക്കൊടുക്കാൻ വന്നപ്പോൾ യേശു പറയാണ് സ്നേഹിത എന്നാ വിളിച്ചത്. ഒരസഭ്യവാക്കും യേശു പറഞ്ഞില്ലല്ലോ. നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണത്. നമ്മെ ദ്രോഹിക്കുന്ന ആരുമാകട്ടെ അന്യായമായി, ക്രൂരമായി, നിഷ്ഠൂരമായി നമ്മെ പരിഹസിക്കുകയോ നിന്ദിക്കുകയോ ശാരീരികമായി ദണ്ഡിപ്പിക്കുകയോ ചെയ്താൽ പോലും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം തന്റെ വാക്കിലും പ്രവൃത്തിയിലും വെളിപ്പെടുത്തണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള ശക്തി നമുക്കുണ്ടാകണം. അതിനാണ് ദൈവം നമുക്ക് തന്റെ പരിശുദ്ധാത്മാവിന് നൽകിയിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിന് നിറവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭയം അവനുണ്ടാകത്തില്ല. ഏത് പ്രതിസന്ധിയെയും ദൈവത്തിൽ ശരണപ്പെട്ട് ജയിക്കാൻ ശക്തി ലഭിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞില്ലേ, തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായോട് നമുക്ക് തെറ്റിപ്പോകുന്നു. ആ തിരുവെഴുത്തുകൾ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കാതെ കൊണ്ട് അബദ്ധം മുഴുവൻ നമുക്ക് പറ്റുന്നത്. നമ്മെ കരുതുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന, നമുക്ക് ജീവൻ നിന്ന് സൃഷ്ടിച്ച് പരിപാലിച്ച് നമ്മെ വഴി നടത്തുന്ന സർവശക്തനായ, സർവവല്ലഭനായ, മഹോന്നതനായ മഹാദൈവത്തിന്റെ അളവറ്റ സ്നേഹത്തിന്റെ മധുരിമ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പരിഭ്രമവും ഉത്കണ്ഠയും ഒക്കെ വരുന്നത്. ദൈവം സ്നേഹം തന്നെ എന്ന് എത്ര സ്ഥലത്ത് എടുത്ത് പറയുന്നില്ലേ? എത്ര കൃത്യമായിട്ട് ആ തിരുവചനം പറയുന്നത്. അങ്ങനെയുള്ള സ്നേഹനിധിയായ സർവശക്തനായ ഒരു ദൈവം നമ്മെ കരുതാൻ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത ചിന്തകളും വരികളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? കാശിന് 2 കുരികളിലേക്ക് ഇട്ടുള്ളതൊന്നും പോലും താഴെ വീഴാതെ സൂക്ഷിക്കുന്ന സർവശക്തനായ ദൈവം നമ്മെ അത്രയധികമായിട്ട് കരുതുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നതും ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അത് നമുക്കറിയാമല്ലോ. കാര്യം പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പറ്റി പറയുന്ന ഒരു ഭാഗം റോമാലേഖനം അതിന്റെ 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ഈ ഭാഗം കൂടെ ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്.
അതിലെ 8-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 35-ാം വാക്യം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ആ വാക്യം അനുസരിച്ച് നോക്കുമ്പോൾ ദൈവമക്കൾ, ഇത് കവിഞ്ഞ ഏത് കഷ്ടത നമുക്കുള്ളേ? പൗരസപ്പസ്തോലൻ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയിട്ട് എന്തുമാത്രം കഷ്ടതയിലൂടെ കടന്നുപോയി. അതൊക്കെ താൻ യേശുക്രിസ്തുവിനെ പറ്റി സഹിച്ചതുപോലെ. ദൈവമക്കളെ, ഞാനൊരു കാര്യം തീർത്ത് പറയട്ടെ. യേശുവിനെ പിൻപറ്റാനാണ് നമ്മൾ ഇറങ്ങി തിരിച്ചതെങ്കിൽ കർത്താവ് പറഞ്ഞ്, എന്നെ അനുഗമിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശമെടുത്ത് തന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞ യേശുവിന്റെ വാക്ക് ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും ആവർത്തിച്ച് പറഞ്ഞ വാക്യമാണ്. ഇന്ന് പൊതുവിൽ ക്രിസ്തീയ കോളത്തിൽ പറയുന്ന കർത്താവിനെ പിൻപറ്റിയാൽ നിനക്ക് സർവ്വ നന്മയും കിട്ടും, സർവ്വ ഐശ്വര്യവും കിട്ടും, കടബാധ്യത മാറും, വീട് കിട്ടും, കാറ് കിട്ടും, വിദേശത്ത് പോകുന്നൊക്കെ പറയുന്ന വ്യാജമായ ഉപദേശങ്ങൾ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിന്റെ ഉപദേശമല്ലേ? അല്ല. അങ്ങനെ ഒരു ഉപദേശം കർത്താവ് നൽകിയിട്ടേയില്ല. യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ച്, ആ പദം ശ്രദ്ധിക്കും, തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശമെടുത്ത് തന്നെ അനുഗമിക്കട്ടെ എന്നാണ്. അതുകൊണ്ട് ഈ അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും വാക്യങ്ങളും വാചാലതയും ഒക്കെ വെളിപ്പെടുത്തുന്ന വലിയ പണ്ഡിതന്മാർ പറയുന്നത് നമ്മുടെ രോഗരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷമല്ല. തിരുവചനത്തിൽ പറയുന്ന വേറൊരു യേശുവുണ്ട്, വേറൊരു സുവിശേഷമുണ്ട്, വേറൊരു ആത്മാവുണ്ട്. അവർ പറയുന്നത് മുഴുവൻ അതാണ്. ഞാൻ ബൈബിളിലെങ്ങും അങ്ങനെ കർത്താവ് കടം തീർക്കുന്നതായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക, വിദേശത്ത് പോകാൻ വഴിയൊരുക്കുമെന്നും ഭൗതിക നന്മ കൊണ്ട് അനുഗ്രഹിക്കുമെന്നൊക്കെ പറയുന്ന വാക്യം ഞാൻ കണ്ടിട്ടില്ല. കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക, ആവർത്തിച്ച് പറഞ്ഞിരിക്കുക, എന്നെ അനുഗമിച്ച് സ്വന്തം ജീവനെ കൂടി വേണ്ടി വന്നാൽ പരിത്യജിക്കണം. അതാണ്, ആ ജീവനെ പോലും വേണ്ടി വന്നാൽ നഷ്ടപ്പെടുത്താൻ തയ്യാറായിക്കോണം. എന്നെ അനുഗമിച്ച് തന്നെത്താൻ ത്യജിക്കണം. തന്റെ ക്രൂശുമെടുത്തന്നെ, ക്രൂശുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്, ക്രൂശില്ലെന്നല്ല. എല്ലാം സ്മൂത്താണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ക്രൂശ് ഉണ്ട് എന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവജനമേ, ഞാൻ എൻ്റെ വാക്കിലൂടെ സംഹരിക്കട്ടെ. നമുക്ക് ഈ സ്നേഹത്തിന്റെ വ്യക്താക്കളായി മാറാം. നമ്മെ ദ്രോഹിക്കുന്നവരെ പോലും സ്നേഹിക്കാൻ കഴിയുന്ന ആത്മീയ പക്വതയിലേക്ക് വളരുവാൻ സർവശക്തനായ ദൈവം തന്റെ പരിശുദ്ധാത്മാവ് വഴി നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഭാഗം ഇവിടെ ഉപസംഹരിക്കും.